നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഫുട്ബോൾ സീസൺ വന്നു. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ബട്ട് 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 90 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് നെക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും. സോ ഇന്നത്തെ വീഡിയോ നമുക്കെങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം, നമുക്കെങ്ങനെ മാച്ച് എൻജോയ് ചെയ്യാൻ പറ്റാം, അതിനെപ്പറ്റി സംസാരിക്കാനാണ്. നൗ ഫസ്റ്റ് തിങ്, നമ്മളുടെ വീട്ടിലിരിക്കുന്ന സോഫയും നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ കസേരയും തമ്മിൽ ബേസിക്കായിട്ടൊരു വ്യത്യാസമുണ്ട്. സ്റ്റേഡിയത്തിൽ നല്ല ഹാർഡ് സർഫസ് ആണത്, ബാക്കിൽ സപ്പോർട്ടില്ല. സോ നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് പോകാനൊരു ടെൻഡൻസി വരും, എസ്പെഷ്യലി നമ്മൾ എക്സൈറ്റ്മെൻറ്റ് കൂടുമ്പോൾ. ഇങ്ങനെ ഇരുന്നാൽ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ വരും, ബിക്കോസ് ഈ മസിൽസ് ടൈറ്റ് ആവാൻ തുടങ്ങും. പക്ഷേ വീട്ടിലങ്ങനെയല്ല. വീട്ടിലത്തെ സോഫ ഭയങ്കര സോഫ്റ്റ് സംഭവമാണ്. സോ എന്താ പറ്റുക, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ സിങ്ക് ആവും. സിങ്ക് ആയാൽ നട്ടിലിങ്ങനെ വളയാൻ തുടങ്ങും. അങ്ങനെ വളയാൻ പാടില്ല. ഇരിക്കുന്ന രീതി തെറ്റിയാൽ ബാക്ക് പെയിൻ വരും. സോ സൊല്യൂഷൻ ഭയങ്കര ഈസിയാണ്. നമ്മളൊരു തോർത്തലിൽ മുണ്ട് മടക്കിയിട്ട് ഈ ഭാഗത്ത് വെക്കണം, നമ്മൾ ലോവർ ബാക്കിൽ വെക്കുമ്പോൾ എന്താ പറ്റുക, നമ്മുടെ സ്പൈൻ്റെ നാച്ചുറൽ കർവേച്ചർ വരും. സ്പൈൻ്റെ നാച്ചുറൽ കർവേച്ചർ വരുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവില്ല. സെക്കൻഡ് തിങ്, സ്ട്രെച്ചിങ്. നമ്മളിപ്പോൾ ഒരു 1/2 കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടല്ലോ. ആ 15 മിനിറ്റ്സ് ബ്രേക്കിൽ നമ്മുടെ പ്ലേയേഴ്സ് സ്ട്രെച്ച് ചെയ്യുന്ന പോലെ നമുക്കും സ്ട്രെച്ച് ചെയ്യാം. ബിക്കോസ് 45 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ കാലിൻ്റെയും ബാക്കിൻ്റെ മസിൽസ് ആകെ ടൈറ്റ് ആവും. സോ എന്തൊക്കെ സ്ട്രെച്ചസാണ് ചെയ്യാം? ഫസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് നടക്കുക. പിന്നെ കൈ ഹിപ്പിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയി നിന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ചെരിയുക. ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് അങ്ങനെ പിടിക്കുക. സെക്കൻഡ്, മുട്ട് മടക്കാതെ കുമ്പിടുക. നമ്മളെ ഹാംസ്ട്രിങ് സ്ട്രെച്ചിങ് ചെയ്യാനാണ്. തേർഡ്, നമ്മുടെ കൈ വെച്ച് ചിൻ ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുക, ഒരു 10 സെക്കൻഡ്സ്. പിന്നെ ഇങ്ങനെ 10 സെക്കൻഡ്സ്. ദാറ്റ്സ് ഇറ്റ്. സോ ബോഡിയുടെ ആ ഫ്ലെക്സിബിലിറ്റി റീസെറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. തേർഡ് പോയിന്റ്, നമ്മൾ വ്യൂയിങ് ആംഗിൾ. ഇപ്പോൾ ഇത് നോക്ക്, ഞാൻ നേരെ നോക്കിയിട്ടാണ് സംസാരിക്കണ, ഞാൻ ക്യാമറയുടെ നേരെ നോക്കിയിട്ടാണ് സംസാരിക്കണ. ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയല്ല. സെയിം വേ നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കാണുകയാണെങ്കിൽ ഇത് എപ്പോഴും സെയിം ലെവലിലാവണം. നമ്മളുടെ മൂക്കും ചുണ്ടും ബോഡിയുടെ മിഡിലും എപ്പോഴും ഒരു ലൈനിലുണ്ടാവണം. നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല. സോ വ്യൂയിങ് ആംഗിൾ, നമ്മുടെ സ്ക്രീനും ഫേസും സെയിം ലെവലിലാവണം. ചില ആൾക്കാർ നിലത്തിരുന്നിട്ട് ഇങ്ങനെ TV കാണാറുണ്ട്, അത് നല്ലതല്ല, നെക്ക് പെയിൻ വരും. സോ ഇൻ കൺക്ലൂഷൻ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇരിക്കുന്ന രീതി, ഇരിക്കുമ്പോൾ ഒരു ചെറിയ സപ്പോർട്ട് ബാക്ക് സൈഡിൽ വയ്ക്കുക, ഹാഫ് ടൈം ആവുമ്പോൾ സ്ട്രെച്ച് ചെയ്യുക, നമ്മൾ വ്യൂയിങ് ആംഗിൾ. ഈ 4 കാര്യങ്ങൾ സെറ്റായാൽ നമുക്ക് ഗെയിം എൻജോയ് ചെയ്യാനും പറ്റും, നമ്മൾ ബാക്ക് പെയിനും വരില്ല. താങ്ക് യു.